അയ്യോ ആ എത്ര ആളെയാ? 500. ആ വിളി എന്നാ കൊണ്ടുകൊടു. തങ്കം പൈസയല്ല വലുത്, ആത്മാഭിമാനമാണ് വലുത്. ആ കൊച്ചി തിന്നട്ടെ, പൈസ എടുത്തോണ്ടാ പോയി. അതിന് കുടുംബശ്രീക്ക് കൊടുക്കാനുള്ള 500 രൂപ. എന്റെ തങ്കം കുടുംബശ്രീക്കൊക്കെ നമുക്ക് കൊടുക്കാം എവിടുന്നേലും. കൊച്ചിന്റെ മനസ്സ് സന്തോഷിക്കണം, അത് കടമായിട്ട് കിടക്കാനും പാടില്ല. അത് തിന്നിട്ട് അതിന്റെ വയറ് നിറയട്ടെ. അടുത്ത ആഴ്ച തരാന്ന് പറയോ? എനിക്ക് വേണം പൈസ. ഈ കളിക്കല അവൻ അവന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിച്ചോണ്ടോ, പൈസ എടുത്തോണ്ടോ പോയി. അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ വീട്ടിൽ അല്ലേ? ഇങ്ങനെയുണ്ടാ പെണ്ണുങ്ങള്? പാർട്ടി ഫണ്ടിലാണ് 300 കേട്ടാ. അതെ, ഇത് എന്താണ് അവർക്ക് ഇഷ്ടമുള്ള കളറൊക്കെയാണ്. ഏറ്റവും കൂടിയതാണ് ഇത്, ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ചോക്ലേറ്റ് അങ്ങനെ നമ്മളെത്താണ് കളി അവിടെ. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച്, ഞങ്ങൾ വാങ്ങിച്ച് 2 പെട്ടി. എന്റെ കൊച്ചിന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവർത്തിയിടവും നമുക്കുണ്ടായിട്ടില്ല. ഒരു കുറവും വരാതെ തന്നെ അതിനെ വളർത്തിയത്. എന്നാലും എന്റെ ക്ലീറ്റ് ഇത് കുറച്ച് അതിക്രമമായി. എന്താ അതിക്രമം? പിന്നെ 500 രൂപയ്ക്ക്. 500 രൂപ അല്ല തങ്കം വലുത്, കൊച്ചിന്റെ സന്തോഷം അവള് കാണിച്ചത് നീ നോക്കിയാണ്. എന്നാലും 500 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് ഈ കുരുക്കിട്ടി സാധനം. ഇതെന്തിനു 2 മേടിച്ചെന്നാ 1 മേടിച്ചാൽ മതിയായിരുന്നില്ലേ? ഇല്ല, എന്റെ കൊച്ച് ഇന്ന് മനസ്സും വയറും നിറഞ്ഞത് തിന്നണം. ഇനി ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ അത് ഒരിടത്ത് പോയി വിഷമിക്കരുത്. എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ 500 രൂപ വെറുതെ പറഞ്ഞതാ. അത് എടീ അവക്ക് മറ്റേ അതേപോലത്തെ ഒരു സാധനം മേടിച്ചു കൊടുത്താൽ അത് പോരാ. അത് ഇനി എന്റെ മനസ്സിന് സമാധാനം വരൂല. എനിക്ക് എന്റെ കൊച്ചിന്നിരുന്ന് ഇത് മുഴുവനും തിന്നണ കാണണം എനിക്ക്. തക്രിമോനെ, എന്നാ നീ ഐസ്ക്രീം കിട്ടില്ല എന്നും പറഞ്ഞ് വിഷമിക്കണ്ട. മുഴുവനും കഴിച്ചോ, ആർക്കും തരണ്ട. കഴിച്ചോ. ഇനി വേറെ അടുത്ത് പോയിട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞു നീ വിഷമിക്കരുത്. 2 കൂടി തിന്നിട്ട് ഒരെണ്ണം മാമിക്ക് കൂടെ കൊടുക്കും. എന്തിനാ അവക്ക് എന്തിനാ കൊടുക്കണേ? എന്ത് എന്തിനാ എല്ലാം കൂടി തിന്നാൻ പോകണോ? അല്ലെങ്കിൽ ഒരു കാര്യം മക്കളെ, ഒരെണ്ണം കൊണ്ട് കൂടെ വെക്ക്. അവളെടുത്ത് അവൾ ആക്രാന്ത മൂത്ത തിന്നാൻ പറ. അവളെടുത്ത് വേമാട്ടെ, ഇത് അടുത്ത് പോവും. മനസ്സിലാക്കട്ടെ നമ്മളെ രീതി എങ്ങനെയാണ്, അവളുടെ രീതി എങ്ങനെയാണെന്നൊക്കെ. കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. അല്ലേ ഈ പൊടി കൊച്ചിനെ ഒരു ശകലം ഒരു മര്യാദ, ഒരു സ്പൂൺ ആ കൊച്ചിനോട് വെച്ചേക്കാത്ത അവള്. ഇതൊന്ന് വായിച്ചേ. ഇത് ഈ താഴെ എഴുതിയേക്കുന്നത്, ഏറ്റവും താഴെ എഴുതിയേക്കുന്നത് വായിച്ചേ. അത് കുഞ്ഞക്ഷരല്ലേ? ശ്രദ്ധിച്ചു നോക്കിയാ കാണാൻ എനിക്ക് കണ്ണു പറ്റില്ല. നോക്ക്, ഞാൻ വായിച്ചു നോക്കട്ടെ. നീ നോക്ക്. MRP RS 100 എന്ന് വെച്ചാ 100 രൂപ ഉള്ളൂ. ഇതിന് ഒരു ബോട്ടിലിന് 100 രൂപ ആയിട്ടുള്ളൂ. അപ്പൊ 2 കൂടി 200 ആണോ? ബാക്കി 300 ആർക്ക് എന്തിനു വേണ്ടി കൊണ്ടുപോയി നിങ്ങള്? 500 രൂപ നിങ്ങൾ എന്റെ ഇന്ന് മേടിച്ചത് എന്തിനാ? ഇപ്പൊ എനിക്കറിയണം. ചോദ്യം ചെയ്യടി. നീ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ചോദ്യം ചെയ്യണം. കുടുംബത്തിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതിന് കണക്കായി, കാര്യങ്ങളായി, ചോദ്യം ചെയ്യലായി. ഞാൻ എപ്പോഴും കുടുംബത്തിൻ്റെ സന്തോഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതെ, ഈ ഒരു ഐസ്ക്രീം നീ പറഞ്ഞല്ലോ 200 രൂപയുള്ളൂ, 100. ഇത് വാങ്ങാൻ ആര് പോയി? അവ എവിടെ പോയി വാങ്ങിയത്? സിറ്റിയിൽ പോയി വാങ്ങി. ഞാൻ ഒരാളെ വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് നേരെ അവിടെ പോയി വാങ്ങി, അത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് തന്നു. വീണ്ടും അയാൾക്ക് തിരിച്ചു പോകണം. ഇതൊക്കെ ചുമ്മാ പറ്റുമോ? അതിന് ചിലവുണ്ട്. അപ്പം നമ്മുടെ കൊച്ചിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇച്ചിരി പൈസ ചിലവ്, നിനക്ക് അതിൻ്റെ കണക്ക്. ഫണ്ടിലോട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ലോ. അയ്യോ, എന്റെ പാർട്ടി ഫണ്ടിന് നിന്നെ നക്കാപ്പിച്ചൊന്നും വേണ്ട. നീ അത് പറയണ്ട, അത് ഇതുമായിട്ട് കൂട്ടി കളത്തണ്ട കേട്ടാ. പാർട്ടി ഫണ്ട് കൊടുത്താ? കനയമ്മ വന്നമ്മ. ഇന്ന് രാവിലെ ഡാഡി ജമന്തിയമ്മ വഴക്ക് പറഞ്ഞില്ലേ? അതൊക്കെ ജമന്തിയമ്മ മാമിന്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല. പിന്നെ പറഞ്ഞാ പിന്നെ എല്ലാം മൂക്കി കയറ്റി കളയും. നീ എടുത്ത് കഴിക്കൊച്ച. ഈ ക്ലീറ്റ് എന്തിനാ ഇപ്പൊ അവളോട് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് വലിയ കൊമ്പ് ഉലിക്ക് അങ്ങോട്ട് പോയി. അവിടെ ചിലപ്പോ മിണ്ടാതെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയത്. ഞാൻ അന്നേരമേ പറഞ്ഞല്ലേ പോണ്ടാന്ന്. ഞാൻ മിണ്ടാതെ നിന്ന് എന്താ അറിയുമോ, ഒരു പെണ്ണ് അവളോട് ഞാനല്ല സംസാരിക്കേണ്ടത്, നീ സംസാരിച്ചല്ലോ, അത് മാന്യത. അവൻ പറഞ്ഞിട്ട് അവനോട് സംസാരിക്കാം. അപ്പൊ ഞാൻ അവനോട് സംസാരിക്കാം. ജമന്തിയമ്മ വാങ്ങിച്ചല്ലോ അമ്മ. പിന്നെ ഓഹോ, മൂട്ടി കൊടുത്തിട്ടുണ്ട്, എല്ലാം മൂട്ടി കൊടുത്തിട്ടുണ്ട്. അതെ, ഒരു സാധനം വെച്ചാ കാണൂലല്ലേ? അതെ, ആ വെട്ടോത്തി എന്ത് ചെയ്തു ഇവിടെ ഇരുന്ന വെട്ടോത്തി? അതെ, ഇത് കുറെ നാളായി. ഇന്ന് എന്തെങ്കിലും വർത്താനം ഉണ്ടെങ്കിൽ തങ്ക എന്റെ വീതം മാറും.
ഒരു സാധനം ഇവിടെ വെച്ചാ കാണുമല്ലോ. എന്ത് സാധനം? കുന്തം. മോളോട്. Alien versus Alien.